സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കിവരാം വാർത്തകൾ അതിവേഗത്തിൽ. എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. രാജ്യത്തിനായി ജീവൻ പൊലിഞ്ഞവർക്ക് ആദരമർപ്പിച്ച രാജ്യം. ഏകീകൃത സിവിൽ കോഡ് ഉയർത്തിക്കാട്ടി മോദിയുടെ പ്രസംഗം. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാകുമെന്നും രാജ്യം ഒന്നാമതെന്നതാണ് നമ്മുടെ മുദ്രാവാക്യമെന്നും മോദി. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിന്റേതായ അന്തരീക്ഷത്തിലാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ പൊതുവായ അതിജീവനത്തിനുള്ള കൂട്ടായ പ്രവർത്തനത്തിന് ഊർജം പകരുന്നതായിരിക്കണം ആഘോഷമെന്നും മുഖ്യമന്ത്രി. അന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജാതീയതയും വർഗീയതയും ചിലർ ആയുധമാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് മതനിരപേക്ഷതയെ പോലും അപകടത്തിലാക്കുന്നതാണെന്നും ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാമെന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ജില്ലകളിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും പരേഡും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ വർഗീയതയ്ക്കും അസമത്വം സൃഷ്ടിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നതാണ് ഈ സ്വാതന്ത്ര്യദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടാനും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലൂടെ MV ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെടുന്നു. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പശ്ചിമ ബംഗാളിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ ഗുണ്ടാ ആക്രമണം. പ്രതിഷേധ പന്തലും ആശുപത്രിയും അടിച്ചു തകർത്തു. അർദ്ധരാത്രിയിലും തെരുവിലിറങ്ങി പതിനായിരങ്ങൾ. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തി. നാളെ വീണ്ടും തുടരും. തിങ്കളാഴ്ച ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച മേപ്പാടി പഞ്ചായത്തിലെ 6 സോണുകളിലും ഇന്നും തെരച്ചിൽ പുരോഗമിക്കുന്നു. വയനാട് ചൂരൽമലയിൽ ഫയർഫോഴ്സിന്റെ തെരച്ചിലിൽ 4 ലക്ഷം രൂപ കണ്ടെത്തി. പണം പോലീസ് കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ചു. ചാലിയാർപ്പുഴ കേന്ദ്രീകരിച്ച് ഇന്ന് തെരച്ചിൽ. വിശദമായ തെരച്ചിൽ മൺതിട്ടകൾ കേന്ദ്രീകരിച്ച്. വനമേഖലയിലും തെരച്ചിൽ. നാളെ തെരച്ചിലിന്റെ ഒരു ഘട്ടം മാത്രമാണ് അവസാനിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. ദുഷ്കരമായ സാഹചര്യങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തകർ സ്വയം തെരച്ചിലിന് പോകരുതെന്നും മന്ത്രി കെ രാജൻ. കേരളത്തെ മുക്കിയ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 6 വർഷം. പ്രളയ അതിജീവനം കരുത്താക്കാൻ കേരളം. അതിജീവന പ്രതീക്ഷയോടെ വയനാട്. കായിക ലോകം ഇനി ഫുട്ബോൾ ആവേശത്തിലേക്ക്. സ്പാനിഷ് ലീഗിന് ഇന്ന് തുടക്കം. പ്രീമിയർ ലീഗിന് നാളെ തുടക്കം. ഇറ്റാലിയൻ ഫ്രഞ്ച് ലീഗുകൾ ശനിയാഴ്ച മുതൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്.
ആലുവയിൽ കഞ്ചാവുമായി 2 ഒഡീഷ യുവതികൾ അറസ്റ്റിൽ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാഗിൽ ഒളിപ്പിച്ച 3 കിലോയോളം കഞ്ചാവ് പിടികൂടി. സാഹിത്യകാരനും ലിറ്റററി സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്കയുടെ മുൻ നാഷണൽ പ്രസിഡന്റുമായ എബ്രഹാം തെക്കേമുറി അന്തരിച്ചു. ഡാലസിലായിരുന്നു അന്ത്യം. സംസ്കാര ചടങ്ങുകൾ ഡാലസ് ഫാർമേഴ്സ് ബ്രാഞ്ച് മാർത്തോമ ദേവാലയത്തിൽ വെച്ച് നടക്കും. ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുശ്ബു സുന്ദർ രാജിവെച്ചു. 1.5 വർഷം കാലാവധി ബാക്കി നിൽക്കെയാണ് രാജിപ്രഖ്യാപനം. 2023 ഫെബ്രുവരിയിലാണ് ഖുശ്ബു പദവിയിലെത്തിയത്. ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ പുകഞ്ഞ യൂത്ത് കോൺഗ്രസ്. ഇന്ന് അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ്. പണം വകമാറ്റിയതും പരാതി പുറത്തുവന്നതും അന്വേഷിക്കും. മുല്ലപ്പെരിയാർ ഡാം നിലവിൽ ആശങ്കയില്ലെന്ന് മന്ത്രി കെ രാജൻ. പലരും 2018 സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച പോസ്റ്ററുകൾ വീണ്ടും പങ്കുവച്ച് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. മാധ്യമങ്ങളും ജാഗ്രത പുലർത്തണമെന്നും രാജൻ. വയനാട് ദുരിതബാധിത മേഖലകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രിമാർ. ഉരുൾപൊട്ടലുണ്ടായ അന്നുമുതൽ രക്ഷാപ്രവർത്തനത്തിലും തെരച്ചിലിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമടക്കം നേരിട്ടിടപെട്ട മന്ത്രിമാർ. വയനാട് ഉരുൾപൊട്ടൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സ്നേഹത്തിന്റെ സംഗീത സ്പർശവുമായി സംഗീത ആൽബം. ഹൃദയമേ എന്നീ പേരിട്ട സംഗീത ആൽബത്തിന്റെ വീഡിയോ പ്രകാശനം കോഴിക്കോട് ജില്ലാ കളക്ടർ നിർവഹിച്ചു. ഇടുക്കിയിലെ കോൺഗ്രസ് ലീഗ് ഭിന്നതയിൽ ലീഗ് നേതൃത്വത്തെ വീണ്ടും വെല്ലുവിളിച്ച് DCC പ്രസിഡന്റ് CP മാത്യു. ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി ഇടുക്കിയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ ലീഗ് നോക്കണ്ടെന്നും CP മാത്യു. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമം സംഘപരിവാർ കൈക്കലാക്കുന്നത് തടഞ്ഞ സ്വാമി രമാനന്ദ ഭാരതിയെ ആക്രമിച്ച കേസിൽ മഠാധിപതിയുടെ മൊഴി രേഖപ്പെടുത്തി. ആരോപണ വിധേയരായ അന്തേവാസികളെ പോലീസ് ചോദ്യം ചെയ്തു. കൊല്ലം ജില്ലയിലെ ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയ പൂർണ്ണ വിജയം. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ റോബോട്ട് ചെയ്തത് NS സഹകരണ ആശുപത്രിയിൽ. പാപ്പച്ചനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി അനിമോനെയും കൂട്ടുപ്രതികളെയും സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതികൾ തെളിവെടുപ്പിൽ പോലീസിന് കൃത്യം വിവരിച്ചു നൽകി. റെയിൽവേയുടെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് CITUവിന്റെ നേതൃത്വത്തിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് KSKTUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോഴിക്കോട് പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്കിനെതിരെ പരാതിയുമായി നിക്ഷേപക. 8.5 ലക്ഷം രൂപ ബാങ്ക് അധികൃതർ തട്ടിയെടുത്തതായാണ് സഫിയയുടെ പരാതി. പുസ്തകങ്ങൾക്കായി ഒരു ലോൺ സംവിധാനം ഒരുക്കുകയാണ് മട്ടാഞ്ചേരി സ്വദേശി കോയാമണിയും കൂട്ടുകാരും. ഉപരിപഠനത്തിനായി ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലോണായി നൽകും.
എറണാകുളം വൈറ്റിലയിലെ ഹോട്ടലിനെതിരായ UDF കൗൺസിലർ സുനിത ഡിക്സന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാര വ്യവസായ സമിതി. വൈറ്റില ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ വ്യാപാര വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം KK ആസാദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് സംസ്ഥാന മീറ്റിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ഓഫീസ് പ്രവർത്തിക്കുക എരഞ്ഞിപ്പാലം നായനാർ ബാലിക സദനത്തിൽ. കേരള ഫയർ സർവീസ് അസോസിയേഷൻ ജീവനക്കാരിൽ നിന്ന് സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 7,26,450 രൂപയാണ് കൈമാറിയത്. കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂളിലെ കുട്ടികൾ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക കൈമാറി. ക്ലാസ് ലീഡർമാർ, സ്കൂൾ ലീഡർ അഹ്നഫിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്കാണ് തുക കൈമാറിയത്. ബിജു മേനോൻ മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രം കഥ ഇന്നുവരെയുടെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്ത്. വിഷ്ണു മോഹനാണ് ചിത്രത്തിന്റെ സംവിധാനം. ചിത്രത്തിൽ മെയ്തിൽ ദേവികയാണ് നായിക. സംസ്ഥാന പാതയോരത്ത് കാർ കത്തി നശിച്ചു. ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ കറുത്തപ്പറമ്പിലാണ് സംഭവം. മുക്കം ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വയനാടിനായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 2 ലോറികൾ നിറയെ സാധനങ്ങൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ എത്തിയിരുന്നു. വിദ്യാർത്ഥിനികൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിൽ ഇടപഴകരുതെന്ന വിവാദ നിർദ്ദേശം പിൻവലിച്ച അസം മെഡിക്കൽ കോളേജ്. കൊൽക്കത്ത ആശുപത്രിയിൽ വനിതാ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തെ മുൻനിർത്തി മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഉത്തരവിറക്കിയത്. വലിയ തോതിൽ വിമർശിക്കപ്പെട്ടതോടെയാണ് നിർദ്ദേശം പിൻവലിക്കാൻ അധികൃതർ തയ്യാറായതെന്ന് റിപ്പോർട്ട്. ധാതുസമ്പത്തിന് നികുതി ഈടാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തിന് വിധി പ്രസ്താവം നടന്ന ദിവസത്തിന് ശേഷമേ പ്രാബല്യമുള്ളൂവെന്ന് വാദം തള്ളി സുപ്രീം കോടതി. 2005 ഏപ്രിൽ മുതലുള്ള നികുതി കുടിശ്ശിക സംസ്ഥാനങ്ങൾക്ക് പിരിക്കാമെന്ന് സുപ്രീം കോടതി. ബംഗളൂരുവിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഭർത്താവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് സാമൂഹ്യമാധ്യമങ്ങളിൽ അഭ്യർത്ഥനയുമായി യുവതി. ഭർത്താവ് വിപിൻ ഗുപ്തയെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവതി ഫേസ്ബുക്കിൽ ലൈവ് പങ്കിട്ടത്. FIR ഫയൽ ചെയ്തിട്ടും കാര്യമായ അന്വേഷണ പുരോഗതി ഉണ്ടായില്ല എന്നും ആരോപണം. മനു അഭിഷേക് സിംഘ്വിയെ തെലങ്കാന രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ അംഗീകാരത്തോടെ KC വേണുഗോപാലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. രണ്ട് സിംഹങ്ങളും 2 നായ്ക്കളും പരസ്പരം പോരടിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഗുജറാത്ത് അമ്രേലി ഗോശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് റിപ്പോർട്ടുകളിലുള്ളത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള റോഡുകളിലെ 50 ലക്ഷം രൂപയുടെ വിളക്കുകൾ മോഷണം പോയി. നഷ്ടപ്പെട്ടത് 800 മുള വിളക്കുകളും 36 പ്രൊജക്ടർ ലൈറ്റുകളും. ഏകദേശം 50 ലക്ഷം രൂപയിലേറെ വിലമതിക്കുന്ന വിളക്കുകളാണെന്ന് വിവരം.
ക്ഷേത്രോത്സവത്തിൽ ആചാരത്തിന്റെ ഭാഗമായി അഗ്നികുണ്ഡത്തിലൂടെ നടക്കുന്നതിനിടെ കാലിടറി വീണ ബാലന് പൊള്ളലേറ്റു. ചെന്നൈയിലാണ് സംഭവം. കുട്ടിയെ കിൽപോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSS നേതാക്കൾ എഴുതിയ 88 പാഠപുസ്തകങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനത്തെ സ്വകാര്യ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി മധ്യപ്രദേശ് സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വീരേന്ദ്ര ശുക്ല കോളേജ് പ്രിൻസിപ്പൽമാർക്ക് അയച്ച കത്തിലാണ് വിവാദ നിർദ്ദേശം. പാമ്പ് കാരണം അമേരിക്കയിൽ ഇരുട്ടിലായത് 11,700 വൈദ്യുതി ഉപഭോക്താക്കൾ. വിർജീനിയയിലാണ് സംഭവം. ഉയർന്ന വോൾട്ടേജുള്ള ട്രാൻസ്ഫോമറിൽ പാമ്പ് കയറിയതോടെയാണ് വലിയ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നഷ്ടമായത്. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് ഷരീഫ് രാജിവെച്ചു. രാജിയുടെ പ്രധാന കാരണം സൂദ് പെസഷ്കിൻ നിർദ്ദേശിച്ച 19 അംഗ മന്ത്രിസഭയിലുള്ള നിരാശ. ഗാസയിൽ കടന്നാക്രമണം രൂക്ഷമായി തുടരവെ വെസ്റ്റ് ബാങ്കിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് ഇസ്രയേൽ. മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന മൂന്നാമത്തെ ഇടമാണ് അൽ അഖ്സ. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഒമാനിൽ വീണ്ടും വിസ നിയന്ത്രണം. 13 തൊഴിൽ മേഖലയിൽ 6 മാസത്തേക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തി ഒമാൻ തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കി. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ആഫ്രിക്കയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. രക്ഷാസമിതിയിൽ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്ഥിരാംഗത്വം. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഭാരമേറിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന യുവാവാണ് ഖാലിദ് ബിൻ മൊഹ്സൻ ഷാരി. 610 കിലോഗ്രാം ഭാരത്തിൽ നിന്ന് 63.5 കിലോയിലേക്ക് എത്തിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഖാലിദ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. കമല ഹാരിസിന്റെ പ്രചാരണം ഹാക്ക് ചെയ്യാൻ ശ്രമമെന്ന് FBI. കമല ഹാരിസിന്റെ പ്രചാരണ സംഘത്തെ വിദേശ ഹാക്കിംഗ് സംഘങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളതായി FBI മുന്നറിയിപ്പ്. $2,000 കോടി ആയുധങ്ങൾ ഇസ്രയേലിന് കൈമാറാനുള്ള വിൽപ്പന കരാറിൽ ഒപ്പിട്ട അമേരിക്ക. പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. പുടിന് വൻ തിരിച്ചടി. 1000 ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം പിടിച്ചെടുത്ത് യുക്രൈൻ സൈന്യം. യുക്രൈൻ പ്രസിഡന്റും സൈനിക മേധാവിയും തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വെളിപ്പെടുത്തൽ നടത്തിയത്. GCCയിലെ അവയവദാന രംഗത്ത് അപൂർവ വിജയഗാഥ. മെഡിക്കൽ സിറ്റിയിലെ സൂപ്പർ അർജന്റ് കരൾമാറ്റ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ച് 43-കാരിയായ UAE നിവാസി. ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത് പെർസിയഡ് ഉൽക്കാവർഷം. ഷാർജ മലീഹയിലെ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പിൽ ഉൽക്കമഴ നേരിൽ കണ്ട് നിരവധി ആളുകൾ. UAEയിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമിട്ട് അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ആൻഡ് സെന്റർ ഗ്രാജുവേറ്റ്സ്. ബോധവൽക്കരണ ക്യാമ്പയിന് 2 മാസം നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ദുബായിലെ പുതിയ സാലിക് ഗേറ്റുകൾ നവംബർ അവസാനത്തോടെ പ്രവർത്തന സജ്ജമാകും. 2 ഗേറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഇതോടെ എമിറേറ്റിലെ ആകെ സാലിക് ഗേറ്റുകളുടെ എണ്ണം 10 ആകും. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി ഇന്ന് തിയേറ്ററുകളിൽ. ചിത്രത്തിൽ ബേസിൽ ജോസഫ്, നിഖില വിമൽ, ഗ്രേസ് ആന്റണി എന്നിവർ പ്രധാന വേഷത്തിൽ. KR കൃഷ്ണകുമാറാണ് ചിത്രത്തിന്റെ തിരക്കഥ. കങ്കണ റണൌട്ടിന്റെ സംവിധാനത്തിൽ എമർജൻസി എന്ന ചിത്രം എത്തുന്നു. സെപ്റ്റംബർ 6-ന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ ഇന്ദിരാഗാന്ധിയായാണ് കങ്കണ എത്തുന്നത്. മലയാളി താരം വിശാഖ് നായരും പ്രധാന വേഷത്തിൽ. വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ. ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ സംവിധായകനായ വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോനാണ് ചിത്രത്തിന്റെ സംവിധാനം. തമിഴ്നാട്ടിൽ തങ്കലാൻ അഡ്വാൻസായി 4 കോടി രൂപയിലധികം റിലീസിന് നേടിയെന്ന് റിപ്പോർട്ട്. വിക്രം നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് തങ്കലാൻ. സ്റ്റുഡിയോ ഗ്രീനിന്റെയും നീലം പ്രൊഡക്ഷൻസിന്റെയും ബാനറിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ജയിലറിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിടാനൊരുങ്ങി അണിയറ പ്രവർത്തകർ. മേക്കിംഗ് വീഡിയോ പുറത്തുവിടുക സൺ നെക്സ്റ്റിലൂടെ. ജയിലർ അൺലോക്ക്ഡ് എന്ന പേരിൽ സീരീസ് മറ്റന്നാൾ പുറത്തുവിടുമെന്ന് വിവരം. $75 ദിവസം പൂർത്തിയാക്കി പ്രദർശനം അവസാനിപ്പിക്കാനൊരുങ്ങി തലവൻ. ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് മികച്ച പ്രതികരണം. 6.6 കോടിയാണ് തലവൻ നേടിയതെന്ന് അണിയറ പ്രവർത്തകർ. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് ബിജു മേനോനും ആസിഫ് അലിയും. ധനുഷിന്റെ കരിയറിലെ ആദ്യ 150 കോടി ക്ലബ് ചിത്രമായി രായൻ. സ്വന്തം സംവിധാനത്തിലെത്തിയ ചിത്രം ഈ വർഷം 150 കോടി ക്ലബിലെത്തുന്ന ആദ്യ തമിഴ് ചിത്രമായി. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് 70 കോടി രൂപ. ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം 4K ദൃശ്യമികവോടെ ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് പ്രേക്ഷകർ. ചിത്രം 17 ദിവസങ്ങൾക്കുള്ളിൽ 5.2 കോടി രൂപ നേടിയതായി നിർമ്മാതാക്കൾ. രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ദേവദൂതൻ. എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാമെന്ന് ഷാരൂഖ് ഖാൻ. തിരയാതെ തന്നെ ഷാരൂഖ് ഖാൻ ആരെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത് ഗൂഗിൾ. രാജാവെന്നാണ് ഗൂഗിൾ ഷാരൂഖിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാഗചൈതന്യയും ശോഭിത ദുലീപാലയും 2027-ൽ വേർപിരിയുമെന്ന പ്രചരണം നടത്തിയ ജ്യോതിഷിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി തെലുങ്ക് ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ. വേണുസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ജ്യോതിഷിയാണ് വിവാദ പ്രചരണത്തിന്റെ പേരിൽ നിയമക്കുരുക്കിലായത്. ഒരു വാർത്ത കൂടി നോക്കാം. ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത് പെർസിയയുടെ ഉൽക്കാവർഷം. ഷാർജ മലീഹയിലെ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പിൽ നിരവധി ആളുകളാണ് ഉൽക്കാമഴ നേരിൽ കണ്ടത്. റിപ്പോർട്ടോടുകൂടി സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ശേഷം ന്യൂൺ റൗണ്ടപ്പിൽ മനു ചേരും. ഷാർജ മലീഹ നാഷണൽ പാർക്കിൽ 300-ലേറെ പേരാണ് ഉൽക്കാവർഷം കാണാനെത്തിയത്. മലീഹ ആർക്കിയോളജിക്കൽ സെന്ററാണ് വാനനിരീക്ഷണത്തിനായി മരുഭൂമിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മങ്ങിയ ചുവപ്പ് വെളിച്ചം മാത്രം ഒരുക്കിയാണ് ആകാശവിസ്മയം കാണാനെത്തിയവരെ മലീഹ നാഷണൽ പാർക്ക് സ്വീകരിച്ചത്. ആകാശം തെളിമയോടെ കാണാനായിരുന്നു ഈ സജ്ജീകരണങ്ങൾ. രാത്രി 9:30-യോടെ സഞ്ചാരികളെയും വാനനിരീക്ഷകരെയും ആവേശത്തിലാഴ്ത്തി അവിടെവിടെയായി മിന്നൽ പിളർ പോലെ ചെറിയ പ്രകാശരശ്മികൾ. രാവേറിയതോടെ പെർസിയഡ് ഉൽക്കമഴ കൂടുതൽ ദൃശ്യമായി. സമീപകാലത്ത് ഇത്രയും വ്യക്തതയോടെ പെർസിയഡ് ഉൽക്കവർഷം കാണാൻ ആകില്ലെന്നതും ഇത്തവണത്തെ പ്രത്യേകതയായിരുന്നു.
Today's event, so Perseids meteor shower, for those of you that don't know what a meteor shower is, right, is when a comet moves closer to the sun, you have pieces of it break off, right, leaving a trail. Now, every year when we move through this trail, usually in August, Perseids being from the Swift-Tuttle comet, right, every time we move through, debris enters our atmosphere, and as it enters, it burns up on entry, and by the time it gets closer, you see what we call shooting stars, right? So nights like this, for Perseids, for example, with a meteor shower, you can have a high volume of shooting stars in one patch of sky. So anywhere that has darkness with the അത്യാധുനിക ടെലസ്കോപ്പുകളിലൂടെ വാനനിരീക്ഷണം നടത്താനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഉൽക്കാവർഷത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രസന്റേഷനുകളും ക്വിസ് മത്സരവും സംഘടിപ്പിക്കപ്പെട്ടു. മലീഹയിലെ മലനിരകൾക്ക് താഴെ ഒരുക്കിയ മനോഹരമായ ഒരിടം. മഴമേഘങ്ങൾ മാറുന്ന രാവിൽ നൂറുകണക്കിന് പേരാണ് ആകാശത്തെ വിസ്മയക്കാഴ്ച കാണാൻ എത്തിച്ചേർന്നത്. ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.